ഹായ് നമസ്കാരം, അഭിലാഷാട്ടയാണ്. ഒപ്പം നിഷ ഇടുക്കിയുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ കൊച്ചേറി വീട് ചെയ്യാൻ, അതും യാദൃശ്യമാണല്ലേ. തൊടുപുഴ കൂടി മൂവാറ്റയ്ക്ക് പോയപ്പോൾ മൂവാറ്റ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങുകയും ചെയ്തു. എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഓടി വന്നു. എന്തായാലും ഞങ്ങൾ കുറേ റീൽ ചെയ്ത സ്ഥലമാണ്. അവിടെ വെച്ച് വീണ്ടും കണ്ടു. ഒരുപാട് സന്തോഷം. എന്തായാലും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, നിഷ ഇടുക്കിയുടെ കൂട്ടുകാരിയാണെന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. അല്ല, ഇതാരാ മനസ്സിലായല്ലോ. ഞാൻ നിഷ ഇടുക്കിയാണോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന്. കാരണം വേറെ തള്ളല്ല, കാരണം ഇപ്പോൾ ഒരുപാട് സൗന്ദര്യം വരാൻ കാരണം ജിമ്മിൽ പോകുന്നുണ്ട് അദ്ദേഹം. ജിമ്മി വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗ്ലാമർ ആയിക്കുക. വർക്കൗട്ട് വീഡിയോസ് ഒക്കെ ഇനി മലയാള സിനിമയിൽ ചിലപ്പോൾ ഒരു ഇരിപ്പിടം തന്നെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സത്യം അല്ല, കിട്ടും. ഇപ്പൊ സൗന്ദര്യം കൂടിയുണ്ട്. കാരണം ഈ കമന്റ് ഇടുന്നവരല്ലേ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരും അപ്പം അവരോടൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ നിഷ ഇടുക്കി എത്തിയതാണ്. കാരണം നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായി മാറി. ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. എന്തായാലും മൂവാറ്റ എങ്ങനെയുണ്ട്? ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ്. മാഹിൻ മൂവാറ്റയൊക്കെ ഉള്ള നാടാണ് കേട്ടോ. നമ്മുടെ മാഹിൻ മൂവാറ്റ സിംഗർ മാഹിൻ മൂവാറ്റ അറിയോ, കേട്ടോ? മാഹിൻ മൂവാറ്റ അപ്പൊ മാഹിൻ മൂവാറ്റയൊക്കെയുള്ള നാടാണ്. അപ്പൊ എന്തായാലും സന്തോഷം വീണ്ടും ഇവിടെ എത്തിയാല്. എന്തായാലും പുതിയ സിനിമ വർക്കൊക്കെ ഉണ്ടല്ലേ? പുതിയ എന്തെങ്കിലും വർക്ക് തുടങ്ങുന്നുണ്ടോ ഉടനെ? 2 മാസം കഴിയട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് ഫാമിലി ട്രിപ്പ് പോയിട്ട് വന്നോളൂ. ഇനി ഒന്നുകൂടെ പോകണം അടുത്ത മാസം. സന്തോഷം. എന്തായാലും മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് വിപ്ലവപ്പാട്ടാണല്ലോ. അല്ല, ഞാൻ വെറുതെ മുന്നോട്ട് പോകാൻ പറഞ്ഞ വിപ്ലവപ്പാട്ടാണ്. വിപ്ലവപ്പാട്ടല്ല, ഞാൻ വെറുതെ പാടി കേട്ടോ. സമയത്ത് ഒരു വിപ്ലവപ്പാട്ടും കൂടെ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.